ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ കൊടുമ്പുളിൻ്റെ ഒരു സീസണാണല്ലേ. ഈ മഴയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൊടുമ്പുളി നന്നായിട്ട് കിട്ടുക കേട്ടോ. ഈ മഴയത്ത് ഉണക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലാണ് ഈ കൊടുമ്പുളി സീസണായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുമ്പുളി നാത്തും കൊടുത്തയച്ചിട്ടുണ്ട്. എൻ്റെ ഇക്കാൻ്റെ പെങ്ങൾ കുറച്ച് കൊടുമ്പുളി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിന് ഞാനതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് നമുക്ക് ഉണക്കിയെടുത്തേക്കണം. പിന്നെ കുറച്ച് എനിക്ക് അച്ചാറിടും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ച ഒരു കൊടുമ്പുളിയായിട്ട് കുരുവൊക്കെ കളഞ്ഞപ്പോൾ ഇത്രയും കൊടുമ്പുളിയായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ അപ്പോൾ അത് ഞാൻ കുറച്ച് ഉണക്കണത് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഉണക്കാൻ മഴ ആയതുകൊണ്ട് ഇന്നാണെങ്കിൽ നല്ല മഴയും ഇന്നലെ മിഞ്ഞാന്നൊക്കെ കുറച്ചൊരു വെയിലൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ മണൽ ധരിച്ചിട്ടൊരു നെറ്റാണ് ഇതിപ്പോൾ വീഡിയോയിലേക്കാരും ഒരാൾ കാണുന്നുണ്ടാവും. കണ്ടാൽ കേട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ ഇത്രയും കത്തരുത് കേട്ടോ. ഞാൻ ഫസ്റ്റ് വെച്ചു കൊടുത്തപ്പോൾ അതൊന്നാണ് കത്തിയതാണ്. ഇത്ര കത്താതെ നമുക്ക് കുറച്ച് ചെകിട്ട് കണ്ട് പുകച്ച് ഇങ്ങനെ എടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം മാറ്റി നമുക്ക് പിന്നെ ഇങ്ങനെ ആടി ബാക്ക് വെച്ച് നമുക്ക് കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ എളുപ്പമായിട്ട് വരും. ഞാൻ അങ്ങനെ ഉണക്കിയെടുക്കാം. പിന്നെ ഞാൻ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ഉണ്ട് അച്ചാറിടാൻ. നാത്തൂനിക്ക് കൊടുത്തേക്കണം. കുറച്ചൊക്കെ അച്ചാറിട്ട് കണ്ടോളൂ. അച്ചാറിട്ടിട്ടില്ലായിരുന്നു. അപ്പം കിട്ടിയ കൊടുമ്പുളിയൊക്കെ എനിക്ക് തന്നതേനി. അപ്പോൾ അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ട് പിന്നെ ഞാനിതാ നമ്മളിതാണ് കേട്ടോ കേകി മഞ്ഞളൊക്കെ ഇട്ട് കേകി കണ്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ ചൂടായി വന്ന വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടക് ഇട്ട് കണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടക് പൊട്ടി വന്നതിന് ശേഷമാണ് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ പാടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ സൂപ്പർ നോവൻ്റെ അച്ചാർ പൗഡറാണ് കേട്ടോ. അച്ചാർ പൊടി ഞാൻ ഒരു പകുതി അച്ചാർ പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പകുതിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അച്ചാറായി വന്നതിന് ശേഷം നമ്മളെ കൊടുമ്പുളി ഇട്ടതിന് ശേഷം എനിക്ക് അച്ചാർ പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം. പിന്നെ അതൊക്കെ ഒന്ന് ആ പൊടിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ച കൊടുമ്പുളി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ. അതിട്ടെടുത്ത് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ഞാനിതിലേക്ക് കുറേ സാധനങ്ങളൊന്നും ഇട്ട് ഒരുപാട് പൊടികളൊന്നും ഇട്ടൊന്നും ചെയ്തില്ല. കാരണം എത്ര ഞാൻ അച്ചാറുണ്ടാക്കിയാലും 2 ദിവസത്തിൽ 3 ദിവസത്തിലധികം അച്ചാർ ഇവിടെ നിൽക്കില്ല. അപ്പം ഇത് കുറച്ച് അധികം ഉണ്ട്. ഞാൻ നാത്തൂന് കൊടുത്തു വിടണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നല്ല പുളിയുള്ള സാധനമാണ് ഈ കൊടുമ്പുളി പറഞ്ഞ സംഭവം. അത് അച്ചാറായി വരുമ്പോൾ അതന്നെ നല്ല പുളി ഉണ്ടാവും. ഇനി ഞാൻ കുറച്ചൊരു 2-2.5 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ സുർക്ക. അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ഇന്നും നാളെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് 2 ദിവസം ഇതിൻ്റെ ആ ഒരു പുളി ആ ഒരു ചെറിയൊരു ചവർപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ കൊടുമ്പുളിൻ്റെ, അതൊക്കെ ഒന്ന് മാറി 2 ദിവസം നമ്മളൊരു കുപ്പിയിലൊക്കെ ഇട്ട് അടച്ച് വെച്ച് പിന്നെ ഒരു 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ എടുക്കുമ്പോൾ അച്ചാർ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,